ഹലോ ടു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ടീച്ചറിന് ഞാൻ പുതിയ നോട്ടിഫിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ്. റെയിൽവേ പ്രൊഡക്ഷൻ ഫോഴ്സിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടറും വിളിച്ചിട്ടുണ്ട്, കോൺസ്റ്റബിളും വിളിച്ചിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ 452 വേക്കൻസിയും കോൺസ്റ്റബിൾ 4208 വേക്കൻസി, മൊത്തം 4660 വേക്കൻസി അവർ വിളിച്ചിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടറിന് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. പിന്നെ കോൺസ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് പാസ്സായാൽ മതി. പിന്നെ ഏജ് ആണെന്നുണ്ടെങ്കിൽ സബ് ഇൻസ്പെക്ടറിന് 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ കോൺസ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ SC/STക്കും OBCക്കും അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. സോ അത് നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കാം. പിന്നെ ഇതിന് എക്സാം ഉണ്ടാവും, CBT എക്സാം ഉണ്ടാവും, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. എക്സാം ആണെന്നുണ്ടെങ്കിൽ CBT എക്സാം അത് 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങളത് 1.5 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റണ്ണിങ് ഉണ്ടാവും, ഓട്ടോ ഉണ്ടാവും, പിന്നെ ലോങ് ജമ്പും ഹൈ ജമ്പും. ഈ മൂന്നുമാണ് അതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വന്നത്. 1.600 മീറ്റർ ഓടണം. അതൊരു ഫീമെയിലാണെന്നുണ്ടെങ്കിൽ 100 മീറ്റർ ഓടിയാൽ മതിയാവും. സോ ഇതുണ്ടാവും, രണ്ടിനും ഉണ്ടാവും, സബ് ഇൻസ്പെക്ടറിനും ഉണ്ടാവും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. സോ ഇത് രണ്ടും ഉള്ളൂ. ഇനി ഇതിൻ്റെ ഗ്രേഡ് പേ ഞാൻ പറയാം. സബ് ഇൻസ്പെക്ടറിനാണെന്നുണ്ടെങ്കിൽ 35,400, കോൺസ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ 21,700 അതിൻ്റെ സാലറി ഉണ്ടാവും. സോ ഇത്ര കൂടുതൽ. ലാസ്റ്റ് ഡേറ്റ് മെയ് 14-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഓൾറെഡി 15-ാം തീയതി മുതൽ അവർ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. നല്ലൊരു ദിവസം ആയിരുന്നു. ഇച്ചിരി